താരസംഘടനയായ അമ്മയ്ക്ക് ഇപ്പോഴും വിവാദങ്ങളുണ്ട്. അതതിൻ്റെ തുടക്കം മുതലേ ഉണ്ടായിട്ടുള്ളതാണ്. തുടക്കം മുതലേ എന്ന് പറയുമ്പോൾ ഇത് രൂപീകരിച്ചിട്ട് തിരുവനന്തപുരത്ത് വെച്ചാണ് ഇതിൻ്റെ സമ്മേളനം കൂടിയിട്ടുള്ള ആലോചിക്കണം. അന്ന് പല വമ്പന്മാരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. മുരളിയാണ് അമ്മയ്ക്ക് പേരിട്ടത്. അന്നും സുരേഷ് ഗോപി സജീവമായിട്ടുണ്ടായിരുന്ന സുരേഷ് ഗോപിക്ക് അമ്മയിൽ നിന്നുണ്ടായ തിക്താനുഭവം കാരണം, തിരിച്ചടി കാരണം, പിന്നെ അമ്മയുമായിട്ട് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇനി ഒരിക്കലും ഞാൻ അമ്മയുമായി സന്ധി ചെയ്യില്ല, സഹകരിക്കില്ല എന്ന് പറഞ്ഞ സുരേഷ് ഗോപി അടുത്ത കാലത്ത് കേന്ദ്രമന്ത്രി ആയതിനു ശേഷമാണ് അമ്മയ്ക്ക് വീണ്ടും വലത് കാല് വെച്ച് കയറിയിട്ടുള്ളതെന്ന് ആലോചിക്കണം. ചിലരെല്ലാം അമ്മയുടെ തലോടലല്ല, തല്ലുകൊണ്ട് വേദനിച്ചവരുണ്ടെന്ന് അറിയിക്കണം. എത്ര അടി കിട്ടിയാലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സജീവമായവരുണ്ടെന്ന് ആലോചിക്കണം. ഇവിടെ നമ്മൾ പറയുന്നത് നടൻ സുകുമാരൻ്റെ കാര്യമാണ്. മലയാള സിനിമയിലെ, അതായത് ഡയലോഗ് വീരൻ എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. സുകുമാരനെ പോലെ മനോഹരമായി ഡയലോഗ് പ്രസൻറ്റ് ചെയ്യാൻ അതുവരെ മലയാള സിനിമയിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. സുകുമാരനെ അനുകരിച്ചാണ് മമ്മൂട്ടി ഡയലോഗ് പ്രസൻറ്റ് ചെയ്തത് എന്ന് പിന്നീട് പലരും പറഞ്ഞു. എന്തായാലും കുറച്ച് അനുകരണമായാലും അത് മനോഹരമായിരുന്നു. ആ സുകുമാരൻ അമ്മയുടെ മീറ്റിങ്ങിൽ വെച്ച്, അതായത് മമ്മൂട്ടിയെ പലരും ഇങ്ങനെ വാക്ശരങ്ങൾ കൊണ്ട് വേദനിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ മമ്മൂട്ടിയോടൊപ്പം സുകുമാരൻ നിന്നു. അവിടെ അമ്മ മുഖ്യ ശത്രുവിൻ്റെ സ്ഥാനത്ത് കണ്ടത് മമ്മൂട്ടിയല്ല, സുകുമാരനെയാണെന്ന് ആലോചിക്കണം. സുകുമാരൻ അത് പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയോ ചില കളികൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന് സുകുമാരന് മനസ്സിലായി. ഇക്കാര്യം തൻ്റെ എല്ലാമായ മല്ലികയോട് തുറന്നു പറയാറുണ്ട്. അപ്പോൾ മല്ലിക അന്നും പറഞ്ഞതെന്താ, സുഖേട്ടന് ആർക്കും തകർക്കാൻ പറ്റില്ല, ആരെയും ദ്രോഹിക്കുന്നില്ല. നമ്മളെ അഭിപ്രായം എന്താ, നമ്മൾ ജോലി ചെയ്യുന്നു, പ്രതിഫലം വാങ്ങുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെ തന്നെ. സുകുമാരൻ അങ്ങനെ ഒരു കാര്യമില്ല. സുകുമാരനുള്ള ദോഷം എന്ന് പറയാൻ കാരണം അഹങ്കാരിയാണെന്ന് പറയും, നിഷേധിയാണെന്ന് പറയും, തൻ്റേടിയാണെന്ന് പറയും. ശരിയാണ്, പ്രതിഫലം കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങും. അത് മുൻപ് പറഞ്ഞതാണ്. അല്ലാണ്ട് അഭിനയം കഴിഞ്ഞു പോരുമ്പോൾ ഇടയ്ക്ക് വെച്ച് കൂടുതൽ ചോദിക്കില്ല. ഒരു നിർമ്മാതാവിനോ ഒരു സംവിധായകനോ തലവേദന ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ എത്ര ദിവസം ചോദിക്കുന്നു അത്ര ദിവസം കൊടുക്കുന്നു. രാവിലെ എത്ര മണിക്ക് ലൊക്കേഷനിൽ വരണമെന്ന് പറയുന്നു, 1 മണിക്കൂർ മുമ്പേ ലൊക്കേഷനിൽ എത്തുന്നു. വേറെ ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയാൻ കാരണം എന്നാൽ രസകരമായൊരു സംഭവം അതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ആഹാരം മോശമാണെങ്കിൽ, ഉപ്പില്ലെങ്കിൽ, എരിവ് കൂടിയെങ്കിൽ അത് സാധാരണ പറയും. ഈ സുകുമാരനും പ്രേംനസീറും എല്ലാവരും കൂടിയിട്ടുള്ളൊരു സമയം, ഉച്ചഭക്ഷണ സമയം, ആഹാരം മോശമായിരുന്നു കേട്ടോ. അപ്പോൾ നസീർ സാറാണെങ്കിൽ എന്ത് കൊടുത്താലും നല്ലതേ പറയുള്ളൂ, ഒന്നും മോശം പറയില്ല. അപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കേണ്ടതിൽ പലരും നസീർ സാറിൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. സാറൊന്നും പറയുന്നില്ലല്ലോ, സാറിങ്ങനെ വളരെ അത് ഡെലീഷ്യസ് ഫുഡ് പോലെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. സുകുമാരൻ ദേഷ്യം വരും. സുകുമാരൻ മാത്രമല്ല, മറ്റൊരു ദേഷ്യത്തോട് നോക്കുന്നു, ഇങ്ങനും ഇവർ കഴിക്കുന്നില്ല. സുകുമാരൻ സഖി കിട്ടി ചോദിച്ചു, സാറേ എന്ത് ഈ ഫുഡ് ഇത്രയും ടേസ്റ്റായിട്ട് കഴിക്കുന്നു? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ത് ടേസ്റ്റ് സാറേ? ബോർ ഫുഡല്ലേ. സുകുമാര, നമ്മളതിപ്പോൾ പറയണ്ട, ഫുഡ് ബോർ തന്നെയാണ്, അത് നമുക്ക് പിന്നെ പറയാം. അങ്ങനെയാണ് നസീർ സാറ്. അതേ സ്ഥാനത്ത് മോശമാണെങ്കിൽ മോശമാണ് എന്ന് പറയുന്ന സ്വഭാവമാണ് സുകുമാരൻ. അതുകൊണ്ട് തന്നെയാണ് സുകുമാരനെ തൻ്റെ നിഷേധി, മറ്റോൻ മറിച്ചോ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ കെ മധുവിൻ്റെ ഒരു സിനിമ, ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി, അതിൽ നല്ല റോളാണ് സുകുമാരന്. അപ്പോൾ സുകുമാരൻ വേറൊരു കാര്യമുണ്ട്. ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ മല്ലിക പറഞ്ഞു കേട്ടത് എന്താ, ഒരിക്കൽ ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണത്. പല്ലിശ്ശേരി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ സുഖമായിട്ട് ഇത്രയും വലിയ ആളാണെന്നൊക്കെ പറയുമ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സ് സ്വഭാവമാണത്. ഇപ്പോഴും രാവിലെ
പല്ല് തേക്കണമെങ്കിൽ ഞാൻ ബ്രഷ് എടുത്ത് കൊടുത്താൽ മാത്രം പോരാ, ആ ബ്രഷിൽ പേസ്റ്റ് വെച്ച് കയ്യിൽ പിടിപ്പിച്ച് ഇങ്ങനെ വായയിൽ ചുണ്ടത്തിങ്ങനെ തേപ്പിക്കണം, എന്നാലേ തേക്കുള്ളൂ. വസ്ത്രങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് എടുത്ത് അയൺ ചെയ്ത് കൊടുത്താലും ഇടുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ അഭിഭാഷകൻ്റെ ഡയറിയിലേക്ക് എത്ര ദിവസമുണ്ട്, 10-15 ദിവസമാണെന്ന ഓർമ്മ. ഈ 15 ദിവസവും അയാളുടെ ഡ്രസ്സ് എടുത്ത് വയ്ക്കുന്നു, എല്ലാം ഒതുക്കി വെച്ച് പെട്ടിയിലേക്ക് അടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കെ മധുവിൻ്റെ ഫോൺ വരുന്നത്. സുകുമാരൻ, നിങ്ങൾ ഈ ലൊക്കേഷനിലേക്ക് അഭിനയിക്കാൻ വരണ്ട. അതെന്താ കാരണം? നിങ്ങൾ വന്നാൽ ഈ ചില നടന്മാരും നടികളും അഭിനയിക്കില്ല. അത് അമ്മ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓഹോ, അപ്പോഴാണ് സുകുമാരന് കത്തിയത്. മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് സുകുമാരനെതിരെ അമ്മ ഇങ്ങനെ തീരുമാനമെടുത്തത് എന്നുള്ളത്. വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ സുകുമാരൻ. അങ്ങനെ ആ പടം നഷ്ടപ്പെട്ടു. ആ പടം മാത്രമല്ല, മറ്റു പല സിനിമകളിൽ നിന്നും സുകുമാരനെ ഒഴിവാക്കി എന്നുള്ളതാണ്. സുകുമാരൻ ചെയ്ത തെറ്റെന്താണ്? മമ്മൂട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ മറ്റുള്ളവരെ എതിർത്തു എന്നുള്ളതാണ്. അതേ സമയത്ത് മമ്മൂട്ടി ഈ സിനിമയിലെ നായകനായിരുന്നു എന്ന് ആലോചിക്കണം. ഇതൊക്കെ കണ്ടാണ് മല്ലിക ജീവിച്ചതെന്ന് ആലോചിക്കണം. അപ്പോൾ തൻ്റെ ഭർത്താവിനോട് ചെയ്തത് ക്രൂരമാണെന്ന് അറിഞ്ഞിട്ട് പോലും ശബ്ദിച്ചില്ല. സുകുമാരനെ ഇല്ലാതാക്കാൻ അങ്ങനെ പറ്റില്ല എന്നറിയാം. അഭിനയിച്ചില്ലെങ്കിൽ നിർമ്മാതാവും. സുകുമാരൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സംവിധാനം ചെയ്യുക എന്നുള്ളത്. അത് ഈ തിരക്കിനിടയിൽ നടന്നില്ല എന്നുള്ളതാണ്. 2 സിനിമ ചെയ്തു, കിട്ടുന്ന 1 രൂപ പോലും നഷ്ടപ്പെടുത്താതെ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഭൂമിയും മറ്റുമെല്ലാം സ്വന്തമാക്കി എന്ന് ആലോചിക്കണം. അതിപ്പോഴും മല്ലിക കണ്ണ് നിറച്ച് പറയാറുണ്ട്, ഞങ്ങളുടെ സുഖേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് എന്ന് പറയാറുണ്ട്. സുഖേട്ടൻ പെട്ടെന്ന് പോയപ്പോൾ പലരും വിചാരിച്ചു അതോടൊപ്പം എല്ലാം തായ്വേര് പോലെ എല്ലാം പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ പൃഥ്വിയും ഇന്ദ്രനും വളർന്നു വന്നു. അവർ മലയാള സിനിമയിൽ ആരൊക്കെയായി. അപ്പം വീണ്ടും പലർക്കും കണ്ണുതള്ളി, ഇത് സുകുമാരനോട് തീർന്നില്ലല്ലോ, ഈ കുട്ടികളും വളർന്നല്ലോ എന്നുള്ളത്. പിന്നെയുള്ള സംഭാഷണം എന്താ? അവരെക്കുറിച്ചായി, ഈ കുട്ടികൾ അഹങ്കാരികളായി എന്നുള്ളതാണ്. ഇതൊന്നും പറയുന്നില്ലെങ്കിലും കഴിവുള്ളവനെ എല്ലാ കാലത്തും ഇല്ലാതാക്കാൻ പറ്റില്ല. സുകുമാരൻ ഇല്ലാതായെങ്കിലും പിന്നീട് മല്ലിക എല്ലാം ഏറ്റെടുത്തെന്ന് ആലോചിക്കണം. അങ്ങനെ മലയാള സിനിമയിൽ തൻ്റെ മക്കൾ വളരുന്നത് കണ്ട് സുകുമാരൻ്റെ ഓർമ്മ നിർത്തിക്കൊണ്ട് ആ കുടുംബം പോയിക്കൊണ്ടിരിക്കുകയാണ്. സുകുമാരൻ തന്നെയാണ് എല്ലാവർക്കും മാതൃക. കാരണം നമുക്ക് കഴിവുള്ളവനെ ആർക്കും തകർക്കാൻ കഴിയില്ല. അതിൻ്റെ ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. സംഘടനകൾ ഒരാളെ നശിപ്പിക്കാനുള്ളതാവരുത്, രക്ഷിക്കാനുള്ളതായിരിക്കണം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാനുള്ളതായിരിക്കണം. വ്യക്തിവൈരാഗ്യങ്ങൾ സംഘടനയിൽ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് അത് ഇനിയെങ്കിലും ഓർക്കുക.